വയനാട് ജില്ലയിലെ കാർഷിക ഭൂമിയാണ് അമ്പലവയൽ. ഈ പ്രദേശത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും അമ്പലവയലിലെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് അനുകൂലമാണ്. 570 JLG-കളിലായി 2850 വനിതാംഗങ്ങൾ അമ്പലവയൽ CDS-ൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവരുന്നു. വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നെല്ല്, കാപ്പി മുതലായവയാണ് ഈ CDS-ലെ പ്രധാന കാർഷിക വിളകൾ. 4 പേരടങ്ങുന്ന ചെറു കാർഷിക ഗ്രൂപ്പുകളായി 2010 മുതലാണ് JLG പ്രവർത്തനം ആരംഭിക്കുന്നത്. നേന്ത്രവാഴയാണ് ഇവിടെ സുലഭമായി കൃഷി ചെയ്തു വരുന്നത്. ഈ വിള പരമ്പരാഗത രീതിയിലും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും കൃഷി ചെയ്തു വരുന്നു. 2010 മുതലാണ് JLG രൂപീകരണം CDS-ൽ ആരംഭിക്കുന്നത്. കൃഷി മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമീണ മേഖലയിൽ സ്ത്രീകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കാർഷിക മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും JLG-കളുടെ രൂപീകരണം കൊണ്ട് സാധിച്ചു. തരിശ ഭൂമി പാട്ടത്തിനടുത്തും കൃഷി ചെയ്തു വരുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുന്നതിന് സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ, അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്നിവയും CDS-ൽ പ്രവർത്തിക്കുന്നു. 12 ജൈവിക പ്ലാന്റ് നഴ്സറികൾ, 6 മഷ്റൂം യൂണിറ്റ്, 2 ബയോ ഫാർമസി യൂണിറ്റുകളും 17 ക്ഷീരസാഗര യൂണിറ്റുകളും 8 ആടുഗ്രാമ യൂണിറ്റുകളും 3 കേരള ചിക്കൻ യൂണിറ്റുകളും കോഴിക്കോട്ടങ്ങളും CDS-ൽ പ്രവർത്തിക്കുന്നുണ്ട്. 107 ഗ്രൂപ്പുകളാണ് ജൈവകൃഷി നടത്തിവരുന്നത്. ആഴ്ചകൾ തോറും വിപണനം, മാർക്കറ്റുകളും CDS-ൽ നടന്നുവരുന്നു. ഓരോ ആഴ്ചയിലും 15,000 രൂപ മുതൽ 20,000 രൂപ വരെ വിറ്റുവരവ് ആഴ്ച ചന്തയിൽ ഉണ്ടാവാറുണ്ട്. ഫെസ്റ്റിവൽ ചന്തകളിൽ 1 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ വിറ്റുവരവുണ്ടാക്കാൻ CDS-ന് സാധിക്കുന്നുണ്ട്. അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ ഭാഗമായി അമ്പലവയലിലെ 20 വാർഡുകളിലും പോഷകത്തോട്ടം നിർമ്മിക്കാൻ CDS-ന് സാധിച്ചു. കണിവെള്ളരി, റെഡ് ലേഡി പപ്പായ എന്നിവയും കൃഷി ചെയ്തു വരുന്നു. വിവിധ കിഴങ്ങുകൾ കൃഷി ചെയ്തു വരുന്ന CDS-ൽ ജില്ലയിൽ ആദ്യമായി കിഴങ്ങ് വിള ഫെസ്റ്റ് നടത്തുകയും ചെയ്തിരുന്നു. എൻ്റെ പേര് ബിജു. ഞാൻ അമ്പലവയൽ കുടുംബശ്രീയുടെ മെമ്പർ സെക്രട്ടറിയാണ്. അമ്പലവയൽ കുടുംബശ്രീ വയനാട് ജില്ലയിലെ 5 മാതൃകാ CDS-കളിൽ ഒന്നാണ്. പ്രധാനമായും കൃഷി മുഖ്യ ഉപജീവന മാർഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് വയനാട്. പൂപ്പലി പോലെയുള്ള അന്താരാഷ്ട്ര പ്രദർശനങ്ങളൊക്കെ അമ്പലവയലിലാണ് നടക്കാറുള്ളത്. നമ്മളെ കുടുംബശ്രീയുടെ കീഴിൽ ഇപ്പോൾ സുൽത്താൻ ബത്തേരി ബ്ലോക്കിലും വയനാട് ജില്ലയിലും കാർഷിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അമ്പലവയൽ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലയളവിൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത 99% ഗ്രൂപ്പുകളും ലോൺ തിരിച്ചടച്ച് പുതിയ ലോൺ എടുക്കുകയും തിരിച്ചടച്ചു വരികയും ചെയ്യുന്നു. നൂതന രീതിയിൽ കൃഷി ചെയ്യുന്ന പോളിഹൌസ് വിവിധ വാർഡുകളിൽ ചെയ്തു വരുന്നുണ്ട്. കാലാവസ്ഥാ നിയന്ത്രണം പോളിഹൌസിൽ പച്ചക്കറി കൃഷിക്കും ഫലവർഗ കൃഷിക്കും അനുയോജ്യമായ സാഹചര്യമാണുള്ളത്. മിതമായ ജലപ്രവാഹം. പോളിഹൌസ് കൃഷി സിസ്റ്റത്തിൽ ജലസ്രോതസ്സുകൾ എളുപ്പത്തിൽ നിയന്ത്രിക്കാം. ഇതിലൂടെ അനാവശ്യ ചെലവ് തടഞ്ഞ് സസ്യങ്ങൾക്ക് ജലലഭ്യത ഉറപ്പുവരുത്താം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത യൂണിറ്റുകളായ സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ, പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്നിങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. ഗ്രാമീണ മേഖലയായ അമ്പലവയലിൽ മീഡിയം സ്കെയിലായ റിച്ച് ഫുഡ് പ്രവർത്തിച്ചുവരുന്നു. വിവിധയിന പച്ചക്കറികളുടെയും ചക്ക, ബനാന മുതലായ കാർഷിക വിളകളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണി കൈയടക്കി വരുന്നു. അമ്പലവയൽ CDS-ന്റെ കീഴിൽ 431 അയൽക്കൂട്ടങ്ങളാണുള്ളത്. അതിൽ 6233 കുടുംബശ്രീ അംഗങ്ങളാണ് ഇവിടെ നിലനിന്ന് പോകുന്നത്. നമുക്ക് മോഡൽ CDS-ന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അവാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ വയനാട് ജില്ലയിൽ കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ ഒന്നാമതെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്ക് സ്റ്റേറ്റ് തലത്തിലുള്ള മത്സരിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതിലും ഒന്നാമതാവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബനാനയുടെ മൂല്യ പദ്ധതി ഉൽപ്പന്നങ്ങളായ ചിപ്സ്, ശർക്കര വരട്ടി എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തിവരുന്ന ഗ്രീൻ ഫ്രൂട്ട് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് അമ്പലവയലിലാണ് പ്രവർത്തിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കൃഷി വകുപ്പുമായി ചേർന്ന് തൈ വിതരണം, പച്ചക്കറി കൃഷി, ചന്തകൾ എന്നിവയെല്ലാം CDS നടത്തിയിരുന്നു. അമ്പലവയൽ കാർഷിക കോളേജിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തൈകൾ സൗജന്യമായി നാസ് CRS പ്രൊജക്ടിന്റെ ഭാഗമായി ലയൺസ് ക്ലബ് അമ്പലവയലിന്റെ നേതൃത്വത്തിലാണ് തൈകൾ വിതരണം നടത്തിയത്. വയനാടിന്റെ കാർഷിക മൃഗസംരക്ഷണ സംസ്കൃതിയിൽ അവിഭാജ്യ ഘടകമായി പ്രവർത്തിക്കുന്ന അമ്പലവയൽ CDS ഇത്തരത്തിൽ നാടിന്റെ അഭിമാനമായി മാറുന്നു.